നമസ്കാരം. ജാക്സൺ യുഗത്തിയ. നമ്മള് കേന്ദ്ര സർക്കാരിന്റെ കുറെ പ്രൈവറ്റൈസേഷൻ പോളിസീസ് വന്നിട്ടുണ്ട്. അതായത് മോണിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്തിട്ടുള്ളത്. അതായത് നഷ്ടത്തിൽ നടക്കുന്ന സ്ഥാപനങ്ങളെ വേറെ ഏതെങ്കിലും ഒരു എൻറ്റിറ്റിക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. പ്രത്യേകിച്ചും കൂടുതലായിട്ട് ലീസിനാണ്. പലപ്പോഴും പല ആൾക്കാരും പറയും വിറ്റ് തുലച്ചു എന്ന് പറയും. അത് നമ്മൾ മറ്റേ കടം എഴുതി തള്ളി എന്ന് പറയുന്ന പോലത്തെ ഒരു എന്താ പറയാ അസത്യമായ ഒരു എന്താ പറയാ വാക്കിൽ മാത്രമേ ഉള്ളൂ ആ അർത്ഥം. അതിലെ ആക്ച്വൽ അർത്ഥം അതല്ല. എന്ന് പറഞ്ഞ പോലെ വിറ്റ് തുലയ്ക്കുകയല്ല ചെയ്യുന്നത്. അത് നന്നായിട്ട് നടത്താൻ പറ്റുന്ന ആൾക്കാരെ കൊണ്ട് ഏൽപ്പിക്കുന്നു. കാരണം എന്താ വെച്ചാൽ കൂടുതലും നമുക്കറിയാം തൊഴിലാളി യൂണിയനുകളൊക്കെ സ്ഥാപിച്ചിട്ട് ഒരു പരിപാടിയും ഗവൺമെന്റ് സർക്കാർ സംവിധാനങ്ങളിൽ നടത്തില്ല എന്ന വാശി പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. സ്വാഭാവികമായിട്ട് നമുക്ക് അതിനെ ഒരു കാലത്തും നമുക്ക് മെച്ചത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ഒരാൾ അതിന് മെച്ചത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കിയപ്പോൾ ബാക്കി 99 ആൾക്കാർ അതിനുള്ളിൽ അലമ്പുണ്ടാക്കാൻ നിൽക്കും. അങ്ങനെയാണ് എല്ലാ യൂണിയനും പ്രവർത്തിക്കുന്നത്. നമ്മള് തൃശ്ശൂര് ഞാൻ ഇന്നൊരു സിനിമ കാണാൻ പോയി. മറ്റേ എന്താ പറയാ അനോമി ഭാവനയുടെ മൂവിയാണ്. അപ്പോ ഞാൻ ഇന്നത് കാണാൻ പോയിട്ട് മറ്റേ കൈരളി തിയേറ്ററിൽ ഞാൻ കുറെ കാലത്തിന് ശേഷം ഇപ്പോഴാണ് പോകുന്നത്. ഞാൻ അവിടെ പോയിട്ട് ചെന്നപ്പോ സങ്കടം തോന്നി. കാരണം ഒരു നാടകത്തിന്റെ ഒരു ഇതിന്റെ ഉള്ളിലേക്ക് കയറുന്ന പോലെ ഒരു സ്റ്റേജ് പോലെയാണ് അത് കെട്ടിവെച്ചിട്ടുള്ളത്. അതിന്റെ സൈഡിലൊക്കെ വെച്ചിട്ടതൊക്കെ കാണുമ്പോൾ സങ്കടം തോന്നും. നിങ്ങൾ അതിന്റെ എസ്റ്റിമേറ്റും കോസ്റ്റും ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് തിയേറ്റർ പണിയേക്കാൾ കൂടുതലായിട്ടുള്ള ചെലവ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? ഇറങ്ങുന്നിടത്ത് എഴുതി വെച്ചിരിക്കുകയാണ് മൈൻഡ് യുവർ ഹെഡ് എന്ന്. അതായത് നമ്മുടെ തല തട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇവർക്ക് അറിയില്ല ഇത് പൊക്കി പണിയാൻ. ഇവർക്ക് എന്തറിയില്ല തല പൊക്കി ഇതാക്കാൻ. അതായത് പണ്ട് വരുമ്പോ അവിടെ എത്തിപ്പോ അയ്യോ ഇത് കയറ്റി പറഞ്ഞൂലെ എന്ന് പറയുന്ന പോലെയാണ്. ഇപ്പൊ ഒരാളിങ്ങനെ പണ്ടുണ്ടല്ലോ ഒരു സൈഡിൽ നിന്ന് 4.5 മീറ്റർ 2.5 മീറ്ററിലേക്ക് 2 മീറ്ററിലേക്കും ചെരിഞ്ഞു വരുന്ന പാലം എന്ന് പറഞ്ഞ പോലെ. അത് ഈ ചെരിഞ്ഞു വരുന്ന പാലം എന്ന് പറഞ്ഞാൽ അങ്ങനെ താഴോട്ട് ഇറങ്ങി വരില്ല, സൈഡിലോട്ടാണ് കേട്ടോ ഇറങ്ങി വരുന്നത് എന്ന് പറഞ്ഞ പോലെ അവിടെ എഴുതി വെച്ചുള്ളത്. ഒരു സീറ്റിന്റെ ബാക്കിൽ ഇരിക്കുന്ന ആൾക്ക് ഈ സീറ്റ് കാരണം കൊണ്ട് ഈ സ്ക്രീൻ മുഴുവനായിട്ട് കാണാൻ പറ്റില്ല. എന്ത് നിർമ്മാണമാണ് നടത്തിയിട്ടുള്ളത്? ഇതിന് ഒരാൾ ഉത്തരവാദി ഉണ്ടാവില്ല. ഇതൊരു പ്രൈവറ്റ് സ്ഥാപനത്തിന്റെ ആണ് ഇതിന്റെ നടത്തിപ്പ് ചുമതല ഏൽപ്പിച്ച് കിടക്കുന്ന തിയേറ്ററോടെ പണി തന്നെ ഇതിനൊക്കെ കുറഞ്ഞ കാശില് ഈ പണിയാണ് നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ പറയും ഇത് ലാഭകരമാക്കാണ് അല്ലെങ്കിൽ നമ്മുടെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറയും. നമ്മൾ എന്ന് പറയുന്ന സാധാരണ മനുഷ്യർക്ക് അവിടെ ചെന്നാൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരാർക്കോ വേണ്ടി എന്തോ സംഭവം ചെയ്തു എന്നുള്ള നോണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ബേസിക് റിയാലിറ്റി എന്ന് പറയുന്നത് അവിടെയുള്ള മേലത്തെ ഭാഗം അവിടെ നിന്ന് ബാൽക്കണി ഉണ്ടല്ലോ അത് അടച്ചിട്ടേക്കാൻ എന്തുകൊണ്ടാണെന്ന് അറിയോ? അതിൽ കയറിയിരുന്ന ബാക്കിലേക്ക് ആൾക്കാർക്ക് ഇതിങ്ങനെ താഴെ കുഞ്ഞി നിന്നിട്ടാണ് ഫ്രണ്ടിൽ കാണാൻ പറ്റില്ല. അല്ലാത്ത ആൾക്കാർക്ക് കാണാനേ പറ്റില്ല. ഇമാതിരി കൺസ്ട്രക്ഷൻ നമ്മൾ നടത്തുന്നതൊക്കെ നമ്മളുടെ നാട്ടില് ജനപ്രതിനിധികളെ ശാപം തന്നെയാണ്. അവരെ മാറ്റിയേ തീരൂ. താങ്ക് യു.